ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി ചേരുകയാണ്. സനോജ്, പറഞ്ഞതിലും കേട്ടതിലും അപ്പുറമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭീകരൻ. ഒരു യുവതി കൂടി ഗർഭചിത്രത്തിന് ഇരയായി എന്നുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവ് ലഭിച്ചു. ഒരു യുവതി കേരളത്തിന് പുറത്താണ് ഗർഭചിത്രം നടത്തിയത്. ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഈ ഭീകരനെ കോൺഗ്രസ്. അതെ, കോൺഗ്രസിന്റെ നേതാക്കന്മാര് ഈ പെർവേർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലവിധ വാദങ്ങളുമായി മുന്നോട്ട് വരികയാണ്. അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. മറ്റൊരാൾ അടൂർ പ്രകാശാണ്. അവർക്കെല്ലാ പിന്തുണയും കോൺഗ്രസ് അകത്ത് കൊടുക്കുന്നത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ഇവരെല്ലാം കൂടി ചേർന്നിട്ട് രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലവിധ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. അവർ കഴിഞ്ഞ ദിവസം അടൂർ പ്രകാശ് പറഞ്ഞത് ഇതൊന്നും തെളിവില്ലല്ലോ, ഇതെല്ലാം തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലേ എന്നാണ് പറഞ്ഞത്. ഷാഫി പറമ്പിൽ വടകരയിൽ പറഞ്ഞത് FIR ഉണ്ടോ, കേസെടുത്തിട്ടുണ്ടോ, രേഖാമൂലമുള്ള പരാതി ഉണ്ടോ എന്നാണ്. എന്നാൽ മുഖം കാണിക്കാതെയാണെങ്കിലും പല പെൺകുട്ടികളും മാധ്യമ പ്രതിനിധികളോട്, മാധ്യമ റിപ്പോർട്ടർമാരോടും അവരുടെ ഫേസ്ബുക്ക് വാളിലെല്ലാം വളരെ കൃത്യമായിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അവർ മുഖം കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മുഖം കാണിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അവർ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് തുറന്നു പറയും. മുഖത്തോടുകൂടി തന്നെ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക, ഇപ്പം UDF നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞത് അങ്ങനെ ഒരു ആളെ ഉണ്ടോ എന്നാണ്. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തക ഒരു ഇരയെ പോയി കണ്ടിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക പ്രയാസങ്ങൾ സംബന്ധിച്ച്, അവർ ഇപ്പൊ അനുഭവിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച്, അശാസ്ത്രീയമായ നിലയിൽ ഗർഭചിത്രം നടത്തിയത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിവരിക്കുന്നു. ആത്മഹത്യയുടെ വക്കിലാണ് പെൺകുട്ടി എന്ന് ആ മാധ്യമപ്രവർത്തക തുറന്നെഴുതിയിട്ടുണ്ട്. ആ മാധ്യമപ്രവർത്തകരുടെ എഴുത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു യുവ MLA കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ പേരിൽ ഇങ്ങനൊരു ആരോപണം പുറത്തു വന്നിട്ട് ഈ കഥ കെട്ടിച്ചമച്ചതാണെങ്കിൽ അവർ മാനനഷ്ട കേസ് കൊടുത്തിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഒരു വരി പ്രസ്താവന കൊടുത്തിട്ടില്ലല്ലോ. ഉയർന്നു വന്ന പല വിവരത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു നിഷേധക്കുറിപ്പ് പോലും ആരും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇങ്ങൊന്നും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ആളുകൾക്കിടയിൽ തുറന്നു കാട്ടപ്പെട്ട ഒരു പെർവെർട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ നേതൃനിര ഒന്നടങ്കം ഇങ്ങനെ പെടാപ്പാട് വിടുന്നത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിന് ആകെ അപമാനകരമാണ്. ഇപ്പൊ കോൺഗ്രസിൽ അന്തസ്സും അഭിമാനവും ധാർമ്മികതയും ബാക്കിയുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അടിയന്തരമായും ഈ പെർവെർട്ടിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെങ്കിലും സംരക്ഷിക്കണം എന്ന നിലപാടിലേക്ക് പോകണം. ഞങ്ങൾക്കതാണ് പറയാനുള്ളത്. അതുകൊണ്ട് സനോജ്, ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വേട്ടക്കാരൻ രാഹുൽ എന്ന് പറയുന്ന വേട്ടക്കാരൻ്റെ രീതി, ഈ പരാതികൾ ഉന്നയിച്ചിരിക്കുന്ന പല യുവതികളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ പൊതുസമൂഹമായി ബന്ധപ്പെടുന്ന യുവതികളാണ്. ഇവർ ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA എന്നുള്ള അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ വനിതകളെയും ഈ വേട്ടക്കാരൻ അതേ മനസ്സോടുകൂടിയാണ് കാണുകയും ചെയ്തത്. ഒരേ സമയം തന്നെ MLA എന്ന് പറയുന്ന പദവി ഉപയോഗപ്പെടുത്തി അത് ചൂഷണം ചെയ്യുന്നു വനിതകളെ. അതോടൊപ്പം തന്നെ ഈ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഈ വേട്ടക്കാരന് പിന്നിൽ അണിനിരക്കുകയാണ്. രണ്ട് വാചകങ്ങൾ VD സതീശൻ ആദ്യം പറഞ്ഞത് ഹൃദയവേദനയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്. ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് വല്ലാതെ വേട്ടയാടുകയാണ് ആ ചെറുപ്പക്കാരന്മാർക്ക് കൂടി അപമാനമായ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അടൂർ പ്രകാശും VD സതീശനും അടക്കമുള്ളത്. അതായത് ഒരു സംഘടനാ സംവിധാനം, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ വികൃത മുഖം കൂടിയാണ് ഈ സന്ദർഭത്തിൽ കാണാൻ കഴിയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിനപ്പുറത്തേക്ക് കടക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതികേട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, VD സതീശന്റെ മുന്നിൽ ഇതിനെക്കുറിച്ചുള്ള പരാതികൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ കൊടുത്തിരുന്നു എന്ന് റിനി എന്ന് പറയുന്ന പെൺകുട്ടി നേരത്തെ പറഞ്ഞല്ലോ. താൻ അച്ഛനെ പോലെയാണ് സതീശനെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തം മകളെ പോലുള്ള ഒരു പെൺകുട്ടി വന്ന് പരാതിപ്പെട്ടപ്പോ ഇടയായിട്ടുള്ള ആ വേട്ടക്കാരന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ അവനെ കൊടുത്തത്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞല്ലോ, ഞാൻ പരാതി പറഞ്ഞതിന് ശേഷമാണ് അയാളെ MLA ആക്കിയത്, പരാതി പറഞ്ഞതിന് ശേഷമാണ് അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത്, സ്ഥാനമാനങ്ങൾ കൂടുതൽ കൊടുക്കുകയാണ് അവർ ചെയ്തത്. അതെല്ലാം പോട്ടെ, അവർക്കിടയിൽ നിന്ന് തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകളുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. അത് സംബന്ധിച്ച് AICCയുടെ മുന്നിൽ ഉൾപ്പെട്ട പരാതി ഉണ്ടല്ലോ. അപ്പൊ ഇത്രയേറെ പരാതികൾ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരാളെ ഒരു പുതിയ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടപടിയെടുക്കാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോഴും ഹൃദയവേദന എന്ന് പറയാനുള്ള സതീശന്റെ തൊലിക്കട്ടി അത് കണ്ടാമൃഗം തോറ്റുപോകും എന്നേ പറയാനുള്ളൂ. കണ്ടാമൃഗം തോറ്റുപോകും. അതുകൊണ്ട് സതീശനും ഷാഫിയും ഈ രാഹുലും അടങ്ങുന്ന ഈ മൂവർ സംഘമാണ് കേരളത്തിലെ കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിൽ
കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അതിനകത്ത് അഭിമാനമുള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇത്തരം പെർവട്ടുകളെ തള്ളിപ്പറയാൻ ഇവരെ സംരക്ഷിക്കുന്ന ഷാഫിയെ പോലെയുള്ള ഈ പുതിയ നിരയിലെ കോൺഗ്രസ് നേതൃത്വത്തെ അതിൽ നിന്നും എടുത്തു മാറ്റാൻ കരുത്ത് കാണിക്കണം, അതിന് ധൈര്യം കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശരി, വളരെ നന്ദി. ശ്രീ വി കെ സനോജ്, DYFI സംസ്ഥാന സെക്രട്ടറിയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഞെട്ടിക്കുന്ന വിവരങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തത്.